സൂരജ് ലാമ തിരോധാന കേസിൽ അന്വേഷണം വേഗത്തിലാക്കാനൊരുങ്ങി പോലീസ്. DNA പരിശോധനാ ഫലം വൈകുന്നതിൽ ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് പോലീസിന്റെ നടപടി. കുവൈറ്റിൽ നിന്ന് നാടുകടത്തിയതോടെ കൊച്ചിയിൽ വിമാനമിറങ്ങിയ സൂരജ് ലാമയെ കാണാതായ കേസിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് ലാമയുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹം കളമശ്ശേരിയിലെ ചതുപ്പിൽ നിന്ന് ലഭിച്ചത്. അതോടെ പ്രത്യേക അന്വേഷണ സംഘം തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. കണ്ടെത്തിയ മൃതദേഹത്തിന് 1 മാസത്തിലധികം പഴക്കമുള്ളതിനാൽ സൂരജ് ലാമയുടേതാണോ എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് DNA പരിശോധനയ്ക്ക് അയച്ചത്. എന്നാൽ 1 മാസം കഴിഞ്ഞിട്ടും DNA പരിശോധനാ ഫലം വൈകുന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ വിമർശനം. തൊട്ടടുത്ത ദിവസം തന്നെ DNA ഫലം സമർപ്പിക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് നിർദ്ദേശം നൽകി. മരിച്ചത് സൂരജ് ലാമ തന്നെയാണെന്ന് പോലീസ് ബലമായി സംശയിക്കുമ്പോൾ ലാമ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് പ്രത്യാശയോടെ കാണുകയാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി. മൃതദേഹ പരിശോധനയുടെ അടക്കം പുരോഗതി റിപ്പോർട്ട് 12-ന് സമർപ്പിക്കണമെന്നായിരുന്നു കോടതി സർക്കാരിന് അന്ത്യശാസനം നൽകിയിരുന്നത്. എന്നാൽ അന്വേഷണ പുരോഗതിയും DNA ഫലവും സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. കേസിന്റെ മെല്ലെപ്പോക്കിലും പോലീസിന്റെ നിസ്സംഗതയിലും സൂരജ് ലാമയുടെ കുടുംബം മാനസിക സംഘർഷത്തിലാണെന്ന് അഭിഭാഷകർ കോടതിയെ അറിയിച്ചിരുന്നു. ജനം, കൊച്ചി.